ഹായ് ഹലോ ഗ്രീൻ ട്വൽവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫാമിൻ്റെ ഉള്ളിൽ നല്ല വെയിലാണ്. അപ്പോൾ ആ വെയിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മണ്ണുത്തിയിൽ നിന്ന് തണൽ മരം വാങ്ങിയിട്ടുണ്ട് കേട്ടോ. എല്ലാ പള്ളികളിലും വെക്കുന്ന ഒരു മരമാണ്, അധികം ഹൈറ്റ് ഉണ്ടാവില്ല, നന്നായിട്ട് കുട പോലെ വിരിഞ്ഞിരിക്കുന്ന ഒരു മരമാണ്. അപ്പോൾ അതിൻ്റെ 2 തൈകൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നടന്നൊരു വീഡിയോ ആണ്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ കരിമ്പ് ജ്യൂസ് അടിക്കുന്ന പച്ചക്കരിമ്പാണ് കേട്ടത്. ഇത് നല്ല വണ്ണമുള്ള കരിമ്പാണ്. ഇത് നമുക്ക് പറിച്ച് അങ്ങോട്ട് നടണം. ഇതെങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ ഇത് നമ്മൾ തൃശ്ശൂർ പോയപ്പോൾ ബംഗാളിയുടെ അടുത്തുനിന്ന് ഹിന്ദി പോലും അറിയാണ്ട് നമ്മൾ വാങ്ങിയ കരിമ്പാണ് കേട്ടത്. ഇതെങ്ങനെയാണ് ഞാൻ ഹിന്ദി പറഞ്ഞെങ്ങനെ വാങ്ങിയെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഇതിപ്പം മുളച്ചിട്ടുണ്ട്, ചാണകം ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ മുള വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ചോളം ഇട്ടുണ്ട് കേട്ടോ. ഇതെന്തിനാന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് വളരും, നമ്മുടെ തീറ്റയുടെ ഉള്ളിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ നമുക്കിത് ഫാമിൻ്റെ ഉള്ളിൽ പറിച്ച് നടണം. ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ നമ്മൾ ഇവിടെ ചുമപ്പ പുല്ല് നട്ടുണ്ട് കേട്ടോ. ഇത് തീറ്റപ്പുല്ലാണ്. ഇത് നമ്മൾ തൃശ്ശൂരിൽ നിന്ന് തന്നെ ഒരു ചെറിയൊരു കൊമ്പ് കൊണ്ടുവന്ന് കുഴിച്ചിട്ടാണ്. അപ്പോൾ അത് നമുക്ക് ഫാമിൻ്റെ ഉള്ളിൽ കുഴിച്ചിടണം. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇതൊന്നല്ല പരിപാടി. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഇവിടെ മുളച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഫാമിൻ്റെ ഉള്ളിൽ പറിച്ച് നടേണ്ട ഒരു സാധനമാണ് കേട്ടത്. DVD എന്ന് പറയുന്ന ഒരു തൈയാണ്. ഒരു തൈക്ക് 50 രൂപയാണ് വന്നത്. 2 എണ്ണം 100 രൂപയ്ക്കാണ് നമ്മൾ എടുത്തത് കേട്ടോ. അപ്പോൾ ഈ സാധനം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഫാമിൻ്റെ ഉള്ളിൽ നടണം. ഇത് എല്ലാ പള്ളികളിലും ഉമ്മർത്തുണ്ട്. തണൽ മരത്തിനായിട്ട് ഉപയോഗിക്കേണ്ട ഒരു മരമാണ് കേട്ടത്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഉമ്മർത്ത് നട്ടിട്ടുണ്ടായിരുന്നു. ലൈൻ കമ്പി തൊട്ടടുത്തോടെയാണ് പോകണം. അപ്പോൾ അത് കാരണം അതുമ്മയ്ക്ക് നന്നായിട്ട് പടർന്ന് കിണറുണ്ട്. ഞാനത് വെട്ടി കളഞ്ഞു. അതിന് ശേഷമാണ് നമ്മളിപ്പോൾ പോയിട്ട് ഒരുപാട് അന്വേഷിച്ചിട്ടാണ് നമുക്ക് ഈ തൈ കിട്ടിയിട്ടോ. അതിൻ്റെ വലിയ വലിയ തൈകൾ മാത്രമേ ഉള്ളൂ, ചെറുതൊന്നും കിട്ടാനില്ല. ഇത്ര പോകുന്ന തൈയൊന്നും കിട്ടാനില്ല. അങ്ങനെ നമ്മൾ ചോദിച്ച് വാങ്ങിയതാണത്. ഭാഗത്തൊക്കെ നമ്മുടെ ഫാമിൻ്റെ ഉള്ളിൽ നന്നായിട്ട് വെയിലടിക്കുന്ന ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ ആ ഭാഗത്തേക്കാണ് നമ്മൾ ഈ 2 തൈ വാങ്ങിക്കണത്. രണ്ടും ഒരുമിച്ച് വയ്ക്കാൻ പറ്റില്ല കേട്ടോ, മാറ്റി നടേണ്ടി വരും. അല്ല, ടർക്കീനൊക്കെ ഞാൻ വെറുതെ നയിച്ചിട്ടുണ്ട്. ഇവർ നന്നായിട്ട് പറക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവരെ ചിറകുമ്പോൾ ഞാൻ ടൈ ചെയ്ത്, അതായത് വയറ് ടൈ ഉണ്ട്, അത് ചിറകുമ്പോൾ ഞാൻ ടൈ ചെയ്തിട്ടാണ് ഞാൻ ഇവർ അയച്ചു വിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ഇവർ പറന്ന് പോയി നമുക്ക് കിട്ടില്ല. അത് കാരണം ഇവർ ഒതുങ്ങി നടക്കുന്നുണ്ട് കേട്ടോ. ഇതിനോട് വലുപ്പമായി കഴിഞ്ഞാൽ ഇവർക്ക് റൂം അടിച്ചിട്ടാണ് നമുക്ക് ഇവരെ അങ്ങോട്ട് മാറ്റണമെങ്കിൽ. വാഴ ഇവിടെ നട്ട് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ കടയും തിന്നു കേട്ടോ. ഇപ്പോൾ ഇലകളാണ് തിന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ റിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് വാഴയുടെ ചുറ്റും. അതുപോലെ ഈ മരം നമുക്ക് നടണം. അതിന് വേണ്ടിയിട്ട് കൊത്തി അവിടെയാണ് കിടക്കണം. ആ കൊത്തി നമുക്ക് എടുക്കാൻ പോകണം. അപ്പോൾ ഇവർ ഓടിപ്പോണ ആ ഏരിയ ഉണ്ടോ, അവിടെയാണ് നല്ല വെയിൽ വരുന്ന സ്ഥലം. അവിടെയാണ് നമ്മൾ ഒരു തൈ നടണം കേട്ടോ. ഇത് ഉച്ച സമയത്ത് ഇവിടെ ഒന്നും നിൽക്കാൻ പറ്റില്ല. ഇതെന്ന് വലുതാവുമെന്ന് നമുക്കറിയില്ല. എന്നുവെച്ചാൽ കോഴികളുണ്ട്, നന്നായിട്ട് ഇതിൻ്റെ ഇലകൾ തിന്നും. കുഞ്ഞില ആയതുകൊണ്ട് തിന്നാൻ അവർക്ക് സുഖമാണ്. അപ്പോൾ പിന്നെ ഇത് അടിച്ചു വരാനുള്ള ഒരു ഇല പോലും ഉണ്ടാവില്ല കേട്ടോ ഈ തൈ. ഇതിൻ്റെ തൈ ഉണങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ഈർക്കലിൻ്റെ ചെറിയൊരു പൊട്ട് പോലെ ഉണ്ടാവുള്ളൂ. അത് നമുക്ക് അടിച്ചു കളയേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ദ്രവിച്ച് പോയിക്കോളും. ആ ഭാഗത്ത് വയ്ക്കാന്ന് വെച്ചാൽ ആ ഭാഗത്ത് വയ്ക്കണില്ല. അവിടെ 2 വാഴ നട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ഫ്ലെയിം ഡക്ക് 2 എണ്ണം കുഞ്ഞുങ്ങളവിടെ ഉണ്ട് കേട്ടോ. 600 രൂപ കൊടുത്ത് വാങ്ങിയതാണ് നമ്മൾ. ഇതിന് മുന്നേ നമ്മളിവിടെ ഒരുപാട് വാഴയും ചേന ചേമ്പ് സാധനങ്ങളൊക്കെ നട്ടുണ്ടായിട്ട് അപ്പോൾ അതൊക്കെ നിർത്തി. എന്ന് വെച്ചാൽ ഫാം ഇത്തിരി വലുതാക്കിയ കാരണം നമ്മൾ ആ പരിപാടിയൊക്കെ നിർത്തി. അല്ലെങ്കിൽ ഈ ഭാഗത്തൊക്കെ നന്നായിട്ട് വാഴകളൊക്കെ ഉണ്ടാവേണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നനച്ച് കൊടുക്കണം. ഇതിൽ 2 ആൽബിനോ ഗൗരിയമ്മ ആ ടാങ്കിൽ കിടക്കുന്നുണ്ട് കേട്ടോ. തൽക്കാലത്തേക്ക് ഇട്ടാണ്. ഇവിടെയൊക്കെ നനച്ച് കൊടുക്കണം. പിന്നെ അതുപോലെ ഇവിടെയൊക്കെ നനച്ചിട്ടൊന്നുമില്ല. ചോളൊക്കെ നട്ട് കൊടുക്കുന്നുണ്ട്, അതൊക്കെ നനയ്ക്കണം. പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മൾ പറിച്ച് നട്ടാട്ടോ കയ്പക്കായ, അതും നനയ്ക്കണം. പറിച്ച് നട്ടാണ്ട് ഉണങ്ങി. പിന്നെ ഈ മൂലയിലൊരു ചീരയും കൂടി നിൽക്കുന്നുണ്ട് ഈ വലയുടെ ഉള്ളിൽ, അതൊക്കെ നനച്ച് കൊടുക്കണം. അതൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്തില്ലേ ഈ കഴിച്ചു കൊണ്ടുവരണ മതി, ഇവിടെ നമുക്ക് താറാവിൻ്റെ കൂട് ഒരെണ്ണം സെറ്റ് ചെയ്യണം കേട്ടോ. അത് നീളത്തിൽ കൂട് സെറ്റ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ അവിടെ മരം നടാൻ പറ്റില്ല. ഇവിടെയാണ് നമ്മൾ മരം നടാൻ ഉദ്ദേശിച്ച സ്ഥലം കേട്ടോ. ഇവിടെ മരം നടണം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിന്ന് നീക്കിയിട്ട് ഇങ്ങനെ നീളത്തിൽ നമ്മൾ റൂം അടിക്കുന്നുണ്ട്. അത് ഓരോന്നിനും ഓരോ വെറൈറ്റിനെ നമുക്ക് മാറ്റി മാറ്റി ഇടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അടിക്കുന്നത്. അത് കാരണം ഇവിടെ അടിച്ച് കഴിഞ്ഞ് ഇത്തിരി തണൽ കിട്ടും കേട്ടോ. അതുപോലെ ചൂട് കുറയും ചെയ്യും. നല്ല ചൂടുണ്ട്. ഈ ഭാഗത്തൊക്കെ കണ്ട ഈ ഷീറ്റിൻ്റെ തണലുള്ള കാരണം ഇവിടെ അധികം ചൂടില്ല. ഇവിടെ മാത്രമാണ് വെയിൽ നന്നായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് അവിടെ നടാം. അതിന് വേണ്ടി ഈ കൊത്തി ഒരു കുറേ കൊല്ലങ്ങളായിട്ട് നമുക്ക് പെയിൻ്റ് അടിക്കണം. ഒരു 8 കൊല്ലങ്ങളായി ഉണ്ടാവും മിനിമം. അപ്പോൾ ഞാൻ അത് വാങ്ങിയതാണ്. അതും വെച്ചിട്ടാണ് നമ്മളിവിടെ എല്ലാ പച്ചക്കറികളൊക്കെ നട്ടിരുന്നത്. വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ കേട്ടോ, കൊള്ളി ചേമ്പ് ചേന അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് നമ്മൾ നട്ടിരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാൻഡ് കൂടെ വെച്ചിട്ട് പതിയെ അത് നടാൻ നോക്കാം.
അതുപോലെ ആ ഭാഗത്ത് നട്ടാലും ഇപ്പോൾ കോഴികൾ ഈ ചാത്തൻ കോഴിയൊക്കെ ഉണ്ടല്ലോ നന്നായിട്ട് ഈ ഇല തിന്നും. ഇത് എത്രത്തോളം വളരും എന്നറിയില്ല കേട്ടോ. അവനുള്ളിടത്ത് അങ്ങനെ വളരാൻ ചാൻസ് കുറവാണ്. അപ്പോൾ എന്തായാലും നട്ടു കൊടുക്കാം. എന്തായാലും കോഴിക്കൂടൊക്കെ അടിക്കുന്ന ഏരിയയിലേ ചെറിയ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. വീട്ടുകൾക്ക് ഇത്തിരി തണൽ കിട്ടുകയും ചെയ്യും, അതുപോലെ ചൂട് കുറയും. അപ്പോൾ അങ്ങനെ വീട്ടുകളുടെ രോഗങ്ങൾ അത്യാവശ്യം കുറയാൻ ചാൻസ് കൂടുതലാണ്. അത്യാവശ്യം കോഴികൾ അയച്ചിറങ്ങാറുണ്ടേ, കോഴിക്കാട്ടം എല്ലായിടത്തും കിടക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം വളത്തിൻ്റെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. വീട്ടുകൾക്ക് ഇവർ പെട്ടെന്ന് തന്നെ വളർച്ച കയറാൻ ചാൻസ് കൂടുതലാണ് ഇതിന് കേട്ടോ. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ. വെള്ളം നമ്മുടെ കുളത്തിൽ നിന്ന് തന്നെ എടുക്കുന്നത് വെള്ളം ഉണ്ടോ, അത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഈ കോഴികൾ തീറ്റയ്ക്കാണ് വേണ്ടിയിട്ടാന്ന് വിചാരിച്ചിട്ടുണ്ട് അവർ വരുന്നത്. ഇത് നമുക്ക് നിന്ന് തിരിയാൻ പറ്റില്ല, കാലിൻ്റെ ഇടയിൽ നിന്ന് ഇവർ കോഴികളൊന്നും പോവില്ല കേട്ടോ. ഇതിൻ്റെ ബാക്കിൽ കിടക്കുന്ന ചവറൊക്കെ, അതായത് ഈ മരക്കഷ്ണമൊക്കെ ഇപ്പം മുന്നത്തെ കൂടിൻ്റെ അതൊക്കെ ഒതുക്കണം നമുക്ക്. അപ്പോൾ അത് പിന്നെ ചെയ്യാം. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഈ പരിപാടിയൊക്കെ ചെയ്യാം കേട്ടോ. നല്ല വെയിലാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഈ പരിപാടി ചെയ്യണത്. ഇനിയിപ്പോൾ ഈ മരം നമുക്ക് ഇതിൻ്റെ അപ്പുറത്ത് നമ്മൾ പച്ചക്കറിയൊക്കെ നട്ടിട്ടുണ്ട്. അവിടെയൊക്കെ നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വളരും. നന്നായിട്ട് വെള്ളം കിട്ടുന്ന ഒരു ഏരിയയാണ് ആ ഭാഗം. അപ്പോൾ നമുക്ക് അവിടെ ഒന്ന് നട്ടു കൊടുക്കാം. അതുപോലെ തന്നെ ഇതിൽ കുറേ ചപ്പും ചവറും വീണ്ടെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ മാത്രം, ഇവിടേക്ക് നനയ്ക്കാൻ ഇറങ്ങുമ്പോൾ മാത്രമാണ് നമ്മൾ ഇതിലെ വേസ്റ്റ് നമ്മൾ പറക്കി കളയാറുള്ളൂ. ഇത് ഈ ഏരിയ ഉണ്ടോ, ഈ ഏരിയയിലാണ് നമ്മൾ 2 വാഴ ഉണ്ട്. അത് 2 വാഴ നമുക്ക് പറിച്ച് മാറ്റി നടണം. അവിടെയാണ് നമ്മൾ മീൻ കൊള്ള അടിക്കാൻ പോകണം കേട്ടോ. ചെറിയ രീതിയിൽ മീൻ കൊള്ള അടിക്കുന്നതാണ്. ഇപ്പം അതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ വരുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്തിട്ടാലാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് നമ്മുടെ വീഡിയോ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത വീഡിയോ അപ്പം ഇടണമായിരിക്കും കേട്ടോ. അതുപോലെ ഇതിവിടെ നമുക്ക് ഈ 2 ചീര നിൽക്കല്ലേ, ഇവിടെയാണ് നമ്മൾ നമ്മുടെ മറ്റേ തൈ വെക്കാൻ പോകണം കേട്ടോ. അപ്പോൾ അതും കൂടി നടാം. ഇത് വേഗം വളരുന്ന എനിക്ക് 100% ഉറപ്പാണ്. എന്താണെന്ന് വെച്ചാൽ ഇത് വലയുടെ ഉള്ളിലാണ്. അപ്പോൾ അത് കാരണം കോഴികൾക്ക് അത്ര പെട്ടെന്നൊന്നും തിന്നാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം പെട്ടെന്ന് തന്നെ വളരുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ നമ്മൾ ഈ ചെടിയൊക്കെ വാങ്ങിയ വീഡിയോ ഇടുന്നത് നമ്മൾ ഇപ്പോഴാണ് ഇടുന്നത് കേട്ടോ. നമ്മൾ കുറച്ച് നാൾ മുന്നേ നമ്മൾ ഈ വീഡിയോ എടുത്ത് വെച്ചതാണ്. എന്താണെന്ന് വെച്ചാൽ അന്നും നമുക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല. ഉത്സവങ്ങളും പിന്നെ അതുപോലെ തന്നെ മറ്റേ തൃശ്ശൂർ എക്സിബിഷനൊക്കെ അങ്ങനത്തെ ഒരു പരിപാടി വീഡിയോ എടുക്കേണ്ട വന്ന കാരണം നമുക്കത് വീഡിയോ ഇടാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ അത് കാരണം നമ്മളിപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വേപ്പും തൈ നമ്മൾ നടണില്ല കേട്ടോ. വേപ്പും തൈ ഇങ്ങനെ തന്നെയാണ് നമ്മൾ വെക്കുന്നത്. പിന്നെ നമുക്കതൊരു വലിയ ഒരു മറ്റേ ബേസുമായിട്ട് അതിൽ നട്ടു കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ നമുക്കിത് പറിച്ച് മാറ്റി നടേണ്ടതാണ്. കാലത്തേക്ക് നമ്മൾ പെട്ടെന്ന് വലുതാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വെച്ചെന്നുള്ളൂ. നമുക്കിത് പറിച്ചിട്ട് വലിയൊരു ബേസിൽ നടണം. പിന്നെ ഇതിന് നല്ല വേരോട്ടം കിട്ടുന്നത് നമ്മുടെ വീട്ടിലില്ലാത്തൊരു സംഭവം കേട്ടോ കറിവേപ്പ്. അപ്പോൾ ഇതെല്ലാവരും വാങ്ങി വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇവിടെ നിറച്ചും ചപ്പ് ചവറും കണ്ട. ഇത് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ അടിച്ചു വരാറില്ല കേട്ടോ. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഒഴിക്കുന്ന വെള്ളം പെട്ടെന്ന് തന്നെ വറ്റി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അത് ഈ മുകളിൽ നിന്നുള്ള മരത്തിൽ നിന്ന് വീണ ഇലകളാണ്, അല്ലാണ്ട് നമുക്ക് അടിച്ചു വരാൻ പറ്റാണ്ടൊന്നല്ല. ഇത് ഇവിടെ കിടന്ന് വീട്ടുകൾക്ക് വളമായിട്ട് കിട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടും കൂടിയാണ് നമ്മൾ ഇതിങ്ങനെ ഇടണം കേട്ടോ. അപ്പോൾ ഈ വാഴകളൊക്കെ നനയ്ക്കാം. ഈ വാഴകളൊക്കെ വലുതായതിന് ശേഷം നമ്മൾ പറിച്ച് അപ്പുറത്തെ ഭാഗത്തേക്ക് നടണമായിരിക്കും കേട്ടോ. ആ വെയിലുള്ള ഭാഗത്തേക്ക് നമ്മൾ വാഴകൾ പറിച്ച് നടും. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞങ്ങൾ ഇടണമായിരിക്കും കേട്ടോ.
കേട്ടോ. അത് വലുതായതിന് ശേഷം നമുക്ക് മാറ്റിയിടാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ ചോളത്തൈയൊക്കെ നമ്മൾ നട്ടിട്ടുണ്ട്. പിന്നെ ഒരു കൊപ്പത്തൈ കൊപ്പമരം നമ്മൾ വാങ്ങിയിട്ടുണ്ട്. റെഡ് പപ്പായ നട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നടുന്ന വീഡിയോ ഞാൻ ചെയ്യണതായിരിക്കും. ഇപ്പുറത്തെ ഭാഗത്താണ് കയ്പ്പക്കായൊക്കെ നമ്മൾ പറിച്ച് നട്ടിട്ടുണ്ട്. അതൊന്നും നനച്ച് കൊടുക്കണം. അതുമ്പോൾ നമുക്ക് പിന്നെ ഇഞ്ചി ഒക്കെ നട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിലില്ലാത്ത സംഭവങ്ങളാണ് നമ്മൾ പരമാവധി നടാൻ ശ്രമിച്ചേക്കുന്നത്. ഇത് വലയ്ക്ക് ചുറ്റും അതെ വലയുടെ ഉള്ളിൽ കിടക്കുന്ന കാരണം കൊണ്ട് തന്നെ കോഴികളൊന്നും വന്ന് തിന്നണില്ല കേട്ടോ. ഇടയ്ക്ക് 1-2 കോഴി മാത്രമാണ് കിടക്കുന്നത്. അത് എവിടെയെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ മാത്രം, അത് ഡെയിലി തുറന്നാൽ മാത്രമാണ് ഇവർ പുറത്ത് കിടക്കുള്ളൂ. അപ്പോൾ ഈ പാത്രത്തിലാട്ടോ നമ്മൾ വെള്ളം ശേഖരിച്ചിട്ട് നമ്മൾ നനയ്ക്കുന്നത്. പിന്നെ നമ്മൾ അപ്പുറത്ത് ഭാഗം നനയ്ക്കുന്നത് നമ്മുടെ ആ മീൻ കുളത്തിലാണ്. അതായത് താറാവ് കുളിക്കുന്ന കുളത്തിലാണ് നമ്മൾ നനയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് മീൻ കിടക്കുന്നുണ്ട്. തൽക്കാലത്തേക്ക് ഇട്ടേക്കണതാണ്. അപ്പുറത്തെ ഭാഗത്തൊക്കെ നമ്മൾ ബക്കറ്റിൽ കോരി കൊണ്ടുപോയി ഒഴിക്കുകയാണ് ചെയ്യാറ്. എന്ന് വെച്ചാൽ ഈ നമ്മുടെ വല കെട്ടിക്കുന്നത് മൊത്തം കൊന്നപ്പത്തിലുമാണ്. അപ്പോൾ അതൊരു മഴ കിട്ടണ വരെ, അതായത് 2-3 മഴ കിട്ടണ വരെ നമുക്ക് അത് നനച്ച് കൊടുക്കണം. എന്നാലും നമുക്ക് കൊന്നപ്പത്തലുകൾ നമുക്ക് അതുമൊന്ന് വെട്ടിയെടുക്കാൻ പറ്റുള്ളൂ. വെട്ടിയെടുത്തിട്ട് നമുക്ക് വേറെ ബാക്കി കൊന്നപ്പത്തൽ കൊണ്ട് കുറേ ഉപയോഗമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കത് നനച്ച് പൊടിപ്പിച്ച് എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ബക്കറ്റ് വെച്ച് എല്ലാവരും നനച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഡെയിലി 2 നേരം നമ്മുടെ പച്ചക്കറി നനച്ചില്ലെങ്കിലും കൊന്നപ്പത്തിൽ നമ്മൾ നനയ്ക്കും കേട്ടോ. അത് നമുക്ക് വിറകിനായാലും നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ്. കഷ്ടപ്പെട്ടിട്ടുണ്ട് കൊന്നപ്പത്തിൽ എടുക്കാനായിട്ട്. എന്ന് വെച്ചാൽ വളർത്തിയെടുക്കാനായിട്ടും പിന്നെ എല്ലാം നമുക്ക് വെട്ടാനൊക്കെ നമ്മൾ പാടത്തുനിന്നൊക്കെ പോയിട്ടാണ് വെട്ടാറ്. അപ്പോൾ അങ്ങോട്ടൊക്കെ പോയിട്ട് ഒരുപാട് വടികൾ കൊണ്ടുവരണതൊക്കെ ഭയങ്കര റിസ്ക് പിടിച്ച പണിയാണ്. റിസ്ക് എന്ന് വെച്ചാൽ നമ്മൾ കൈക്കൊണ്ട് ചോന്ന് കൊണ്ടുവരണം. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ നട്ടേക്കണത്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ കേട്ടോ. അപ്പം നേരെ നമുക്ക് ബാക്കി കാഴ്ചകളിലേക്ക് പോട്ടാ. കുഞ്ചാവർ ഇവിടെ കിടക്കുമ്പോൾ ഒരു കാടിൻ്റെ ഒരു അന്തരീക്ഷം കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്തിട്ടേക്കണം കേട്ടോ. ഈ ഭാഗത്ത് മാത്രമാണ് ഇത്തിരി തണലുള്ളത്. ഈ ഒരു വാഴ നിൽക്കുന്നുണ്ട്. അവൻ മറിഞ്ഞു വീണ് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് പിടിക്കും, നല്ല വെയിലടിക്കും. അപ്പോൾ അത് കാരണം തന്നെ ഇത് കണ്ട ഇവിടെ ഒരു വാഴ നിൽക്കും. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ വാഴയുടെ തണലിലാണ് ഇവിടുത്തെ ചെടികളൊക്കെ നിൽക്കുന്നത്. ഈ വാഴ മറിഞ്ഞു വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് നമുക്ക് വല കിട്ടും. പിന്നെ അതുപോലെ തന്നെ വാഴയുടെ സൈഡിൽ കോഴി കൊത്തി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ചിലപ്പോൾ എപ്പോൾ വേണമെങ്കിലും മറിഞ്ഞു വീഴാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ഇതിന് നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്നാലാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് നമ്മുടെ വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. എല്ലാ യൂട്യൂബുകാരെ പോലെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലാണ് കേട്ടോ. ബൈ.
DVD ഇപ്പൊ തന്നെ കൊത്തിയതെന്ന് തുടങ്ങിയിട്ടാ. തലൊക്കെ മൊത്തം പോയിട്ടുണ്ട്. വളർന്നു കിട്ടിയ ഭാഗ്യം.